വലിയ സന്തോഷം. ഈ വൈകിയ വേളയിൽ എന്നെ സംബന്ധിച്ചാണ് വൈകിയ വേള, അവിടെ കറക്റ്റ് ടൈമാണ്. നിങ്ങൾ ദൈവവചനം കേൾപ്പാൻ താല്പര്യത്തോടെ വന്നതോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. First of all, I extend my sincere thanks to Ginu, my friend. We worked together in the Kayangulam Center Sunday School. He was all in all at that time in the parish and the center. He extended the marvelous service for the kingdom of God at that time. Thank you for the wonderful opportunity you granted in my life. Especially thanks to all the congregation who participate in the late night in their here or there. God may bless you. ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. Thank you, Master, for the wonderful time you granted us in our life. Are we in front of the word of God, to meditate upon the word of God? We going to interpret the text which we have selected today. Help us to reread the life of the Laodicean church and help us to compare the church of Laodicea to our present the church activities. Be with us, Lord. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വാഴ്ത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. God bless you. ഈ ലവോദിക്ക സഭ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ള പോർഷനാണ്. Revelations chapter 3 verses 14 to 22. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെ. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Please help me to read this portion. Revelation chapter 3 verses 14 to 22. Please. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയുമായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെ ഇരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു. വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഇത് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന പോർഷനാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹിത്യ വിഭാഗമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാലഘട്ടത്തിനിടയ്ക്ക് വന്ന ഒരു ലിറ്ററേച്ചറാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് യുഗാന്തി ശാസ്ത്രം എന്നാണ്. പഴയ നിയമത്തിൽ എസ്കേലിന്റെ പുസ്തകം ഒക്കെ, ദാനിയേലിന്റെ പുസ്തകം, പുതിയ നിയമത്തിലാണെങ്കിൽ റെവലേഷൻ വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പലരും പറയും വെളിപ്പാട് പുസ്തകം ഒന്നും മനസ്സിലാകത്തില്ല. ഇത് ചില വിഭാഗങ്ങൾ പറയും ഇത് പഠിക്കുന്നത് സൂക്ഷിച്ചു വേണം, ഇത് ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സത്യമാണ്. ഈ ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെ പറ്റി ഒരു പുനർവായന നമുക്ക് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം എഴുതുക ആരാണെന്ന് നമുക്കറിയാം, യോഹന്നാൻ. എന്നാൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒത്തിരി സംശയമുണ്ട്, വിച്ച് യോഹന്നാൻ. എന്നാൽ commonly we believe that, traditionally believe that John the Apostle wrote the book of Revelation പത്മോസ് ദ്വീപിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത്. ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലം AD 81 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ്.
ഈ കാലഘട്ടം വളരെ പീഡനം നടന്ന കാലഘട്ടമാണ്. അപ്പൊ ഏഷ്യ മൈനറില് 7 സഭകൾക്ക് എഴുതിയ ദൂതാണ് വെളിപാട് പുസ്തകം. ആ സഭകൾ ഏതാണെന്നുള്ളത് വെളിപാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം മുതൽ വായിക്കുന്നുണ്ട്. അതായത് എഫെസസ്, സ്മിർന, പെർഗമോസ്, തുയത്തൈര, സെർദിസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇത്രയും 7 സഭകൾക്ക് എഴുതപ്പെട്ട ഒരു ഭാഗമാണ്, ലെറ്ററാണ് ഈ വെളിപാട് പുസ്തകം. ഈ വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തെ പറ്റി ഏകദേശം പറയുന്നത് AD 96-ലാണ്. 96-ൽ ഡൊമീഷ്യൻ ചക്രവർത്തി മരിച്ച ശേഷം പത്മോസ് ദ്വീപ് എന്ന മൈനിൽ ആ ഗുഹയെ പറ്റി പറയുന്നത് ഇസ് എ മൈൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഇടുന്ന ഒരു സ്ഥലമാണ്. അധികം വായുവോ വെളിച്ചമോ ഇല്ലാതെ അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം ലഭിക്കുന്ന ഒരു കാരാഗ്രഹം പോലെ സ്ഥലത്ത്. അപ്പോൾ യോഹന്നാന് ലഭിച്ച വെളിപാടിന്റെ പൂർണ്ണ 7 സഭകൾക്കുള്ള ലെറ്ററാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് പത്മോസ് ദ്വീപിൽ വെച്ചാണ് എഴുതിയത്. ചിലർ പറയുന്നു അദ്ദേഹത്തിനെ റിലീസ് ചെയ്തതിനു ശേഷം എഫോസസിൽ വന്ന് ഈ ലെറ്റർ എഴുതുന്നു എന്നുള്ളത്. ഈ 7 സഭകളിൽ 2 സഭകളെ ഉള്ളൂ നല്ല സഭകളായിട്ട് പറയും. ഒന്ന് സ്മിർന, 2 ഫിലദൽഫിയ. ബാക്കി 5 സഭകളും മോശം പിടിച്ച സഭകളെന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ ഏറ്റവും മോശം പിടിച്ച സഭയാണ് ലവോദിക്ക സഭ. ഈ ലവോദിക്ക സഭയുടെ ഈ ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ചർച്ച് എങ്ങനെയായിരുന്നു അവിടെ പ്രവർത്തിച്ചത്, ഈ സഭയുടെ പ്രത്യേകതകൾ എന്താണ്, അത് ഇന്ന് നമ്മുടെ സഭയുമായി, ഇന്ന് കാണുന്ന ആഗോള സഭയും നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുമായുള്ള താരതമ്യം, ഇതൊക്കെയാണ് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ലവോദിക്ക സഭയുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ, അന്ന് ഈ ഏഷ്യ മൈനർ പറയുന്നതിനെ തുർക്കിയ അഥവാ തുർക്കിയയിലുള്ള 7 സഭകളാണ്. ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് തുർക്കിയായി പോയ കൽക്കുമ്പാരങ്ങളേ ഉള്ളൂ, സഭകളെ ഇല്ല. ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ കാലിഫേറ്റിന്റെ സമയത്ത് മുഴുവൻ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനിച്ചു. അന്ന് ക്രിസ്ത്യവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഏഷ്യ മൈനർ. അതിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ലവോദിക്ക. ഈ ലവോദിക്ക സഭയെ പറ്റി ഒരു സൂചന ഉള്ളത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിൽക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 15 to 17. അവിടെ അപ്പോൾ ഈ ലവോദിക്കയിലെ എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ സുവിശേഷകൻ ഓർ എൽഡർ എന്ന് പറയുന്ന ആള് അഹിപ്പോസ് ആണ് ഈ സഭയെ പരിപാലിച്ചുകൊണ്ട് വന്ന ആള്. കൊലോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൊലോസ്യയിൽ ഈ ലെറ്റർ, പൗലോസിന്റെ ലെറ്റർ വായിച്ച ശേഷം ലവോദിക്കയിലൂടെ കൊടുത്തു വിടണം. തുടർന്ന് ലവോദിക്കയുള്ള ലെറ്റർ കൊലോസ്യയിലൂടെ വായിക്കണം. അപ്പം ഈ ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത് കൊലോസ്യ, ഹിറാപ്പോലിസ്, ലവോദിക്ക. അപ്പൊ ഈ ലവോദിക്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കൊലോസ്യ. ഇത് BC 250 അന്ത്യോക്കസ് എന്ന് പറയുന്ന സിറിയൻ ഭരണാധികാരി സ്ഥാപിച്ച സിറ്റിയാണ് ലവോദിക്ക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെൽത്തി സിറ്റി. തന്റെ ഭാര്യ ലവോദിക്കയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സിറ്റിയാണ്. ഈ സിറ്റിയെ പറ്റി പറയുമ്പോൾ 3-4 പ്രത്യേകതകൾ ഈ ലവോദിക്ക സിറ്റിക്കുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി, ബെസ്റ്റ് ബാങ്കിങ് സിസ്റ്റം, ഏറ്റവും നല്ല ബാങ്കിങ് സിസ്റ്റം, ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. അടുത്തൊരു പ്രത്യേകതയാണ് ഗാർമെന്റ്സ്, ഏറ്റവും കൂടുതൽ വസ്ത്രത്തിന്റെ പ്രത്യേകതകൾ. ഗാർമെന്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു, പ്രത്യേകിച്ച് അവിടുത്തെ ബ്ലാക്ക് വൂൾ, ഷീപ്പിൽ നിന്ന് ലഭിക്കുന്ന ബ്ലാക്ക് വൂൾ ഇമ്പോർട്ടന്റ് ആണ്. 4-ാമത്തെ പ്രത്യേകതയാണ് മെഡിക്കൽ സെന്റർ. ഇത്രയും പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. അന്നത്തെ ഏറ്റവും വലിയ ഒരു സിറ്റിയാണ്. സിറിയയിൽ നിന്നും എഫോസസ് കണക്ട് ചെയ്ത ഹൈവേയുടെ സൈഡിലാണ് ഈ ലവോദിക്ക പട്ടണം നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കൊച്ചു സഭ. അപ്പം അഹിപ്പോസിനാൽ സുവിശേഷം കേട്ട് രൂപപ്പെട്ടു വന്ന സഭ. ഈ സഭ എന്നാൽ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്ന് ക്രമേണ മാറിപ്പോയി.
അപ്പോൾ ഈ പീഡനത്തിന്റെ സമയത്ത് ഡൊമീഷ്യൻ മുതലായ വലിയ പീഡകരായിരിക്കുന്ന സീസറിന്റെ സമയത്ത് എഴുതപ്പെട്ട ഒരു ലെറ്ററാണ് ഈ ലെറ്റർ. അപ്പോൾ ഈ ലെറ്റർ എഴുതുമ്പോൾ ഈ ഏഷ്യാമേനുള്ള പീഡനത്തിന്റെ ചെറിയ വിവരണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാ പീഡനം? ഒന്ന്, സീസർ വർഷിപ്പ്. ഈ സീസർ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ സീസർ എന്ന എംപറിനെ ആരാധിക്കും. അത് ആദ്യകാലങ്ങളിൽ വലിയ പ്രാബല്യമില്ലായിരുന്നുവെങ്കിലും ചില സീസർമാർ, ചില റോമൻ ചക്രവർത്തിമാര് അവരുടെ വർഷിപ്പിനെ അപ്പോൾ അവർ കണ്ടിരുന്നത് സീസർ ഇസ് ലൈക്ക് എ ഗോഡ്, ഒരു ഡിവൈൻ ഫിഗർ ആണ് സീസർ. അതുകൊണ്ട് സീസറിനെ സീസർ വർഷിപ്പ്. ഈ സീസർ വർഷിപ്പിന്റെ എന്തിനാണ് സീസർ വർഷിപ്പ് അത്രയും പ്രാധാന്യത്തോടെ അവർ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ റിലീജിയസ് പ്രാക്ടീസ്, ഒരു മതപരമായ പ്രാക്ടീസ് മാത്രമല്ല, പിന്നെയോ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മെത്തഡോളജി ഓർ ടൂൾ ടു യൂണിഫൈ ദ ഹോൾ റോമൻ എംപയർ. പല ഭാഷകള്, പല മതസംസ്കാരങ്ങള്, പല രീതിയിലുള്ള ഏറ്റവും വലിയ ഈ റോമൻ ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടാണ് സീസർ വർഷിപ്പിനെ അന്ന് കൊണ്ടുവന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭയങ്കര നീണ്ടു കിടക്കുന്ന വാസ്റ്റായിട്ടുള്ള ഈ എംപയറിൽ ഈ സീസറിന്റെ ഒരു പ്രതിമ, ഒരു ഹെഡ് അവിടെ കൊണ്ട് സ്ഥാപിക്കും. ഓരോ സിറ്റിയിലും ഓരോ പട്ടണത്തിലും സ്ഥാപിക്കും. സീസറിനൊന്നും അവിടെ പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാ അവിടുത്തെ സിറ്റിസണും മൈഗ്രൻസും വർഷത്തിലൊരിക്കൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ ധൂപം വെച്ചുകൊണ്ട് ഈ സീസറിന്റെ പ്രതിമയുടെ മുമ്പിൽ പറയേണ്ട വാക്കിനാണ് സീസർ ഈസ് ദ ലോർഡ്, അവർ ഗോഡ് ആൻഡ് ലോർഡ് സീസർ. വർഷത്തിലൊരിക്കൽ ചെയ്യാം. മാത്രമല്ല ഈ സീസറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരിക്കും ഈ വണങ്ങല്. എന്നിട്ട് ഈ സീസറിനോട് അടുത്തുള്ള ടെമ്പിൾ, സീസറിനെ പ്രത്യേകിച്ച് ഡൊമീഷ്യനെ കൾട്ടിനെ അല്ലെ ആ സ്റ്റാച്യുവിനെ ഇറക്കി ചെയ്ത ടെമ്പിളിൽ ഉള്ള ഭക്ഷണത്തിലും പങ്കെടുക്കാം. ഇത്രയും ചെയ്താൽ പിന്നെ ഏത് മതത്തിലും വിശ്വസിക്കാം. ഈ ഡൊമീഷ്യനെ പറ്റി പറയുന്നത്, ഡൊമീഷ്യൻ വരുമ്പോൾ വിളിച്ചു പറയുന്ന വാക്കാണ് അവർ ഗോഡ് ആൻഡ് ലോർഡ് ഡൊമീഷ്യൻ. അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിയെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെപ്പോലുള്ള ബുദ്ധിമുട്ടില്ല. അത് അവർ ലോർഡ് ആൻഡ് ഗോഡ് ഡൊമീഷ്യൻ എന്ന് പറയുകയും ചെയ്യാം. പള്ളിയിൽ പോയി മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നതിന് തെറ്റില്ല. പലരും അങ്ങനെയാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ് ദ ഓൺലി ലോർഡ് ആൻഡ് സേവിയർ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ അത് പറയത്തില്ല. മിർണയിലും ഫിലാദൽഫിയയിലും ഇതേ പ്രശ്നം വന്നപ്പോൾ ആ സഭയിലെ ഭൂരിഭാഗം ആളുകളും ഈ സീസർ വർഷിപ്പിൽ പങ്കെടുത്തില്ല. മാത്രമല്ല അവർ സീസറിനെ ലോർഡ് എന്ന് വിളിക്കത്തില്ല, ജീസസ് ഈസ് ദ ഓൺലി ലോർഡ്. അതുകൊണ്ട് എന്തുവാ? അവർക്ക് ജോലിക്കില്ല, അവരെ നോട്ട് ചെയ്യും. അപ്പൊ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ജോലി കൊടുക്കുന്നില്ല, അവർക്ക് പീഡനമുണ്ട്. ഇത്രയും പ്രതിസന്ധിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വിശ്വാസത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സമയത്ത് സിനഗോഗിൽ പോയി പങ്കെടുക്കും. കാരണം യഹൂദന്മാർക്ക് ഈ സീസർ വർഷിപ്പിന്റെ ആവശ്യമില്ല. എന്നാൽ ഡൊമീഷ്യന്റെ സമയത്ത് അദ്ദേഹം അതും ഇമ്പോസ് ചെയ്തു. യഹൂദരായിട്ടുള്ള ജൂയിഷ് പീപ്പിളിന് ഇതിന്റെ ആവശ്യമില്ല, അവർക്ക് സീസറിനെ വർഷിക്കില്ല. കാരണം അവരുടെ ലോ പറയുന്നത് ഒരു പ്രതിമയുടെ മുമ്പിൽ പണക്കരുത്, ദൈവമേകനാണ്. അതുകൊണ്ട് എന്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില നല്ല ക്രിസ്ത്യാനികൾ ഈ സിനഗോഗിൽ പോയി വർഷിപ്പ് നടത്തും. അപ്പൊ ഈ യഹൂദന്മാരെന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ ബെനഡിക്ഷനിൽ കോമൺ കോപ്പറേറ്റീവ് വർഷിപ്പിനകത്ത് ഒരു ബെനഡിക്ഷൻ അവസാനിക്കുന്നത് 17 ബെനഡിക്ഷൻസ്, ദ ഗ്രൂപ്പ് ഓഫ് ബെനഡിക്ഷൻസ്. അതിന് പറയുന്ന പേര് അമിദ്ദ, AMIDAH. ഈ അമിദ്ദ എന്നാണ് ഈ 17 ബെനഡിക്ഷന്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെററ്റിക്സിനെ, ക്രിസ്ത്യാനികളെ പെട്ടുപഴിച്ചവരെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഈ 17 ബെനഡിക്ഷനിലെ
12ാമത്തെ ബെനഡിക്ഷൻ മാറ്റി എഴുതി. ആ 12ാമത്തെ ബെനഡിക്ഷത്തിന്റെ പേരാണ് ബ്രിക്കത്ത് ഹമാനി. ബ്രിക്കത്ത് ഹാമനി, BRIKATHAMINIM. ബ്രിക്കത്ത് ഹമാനി എന്ന് പറഞ്ഞ 12ാമത്തെ ബെനഡിക്ഷൻ മാറ്റി എഴുതി. ആ ബെനഡിക്ഷൻ എന്തുവാണെന്നറിയാമോ? ഹെറിറ്റിക്സിനെതിരെയുള്ള ബെനഡിക്ഷനാണ്. അതിനകത്തെ പ്രധാനപ്പെട്ട വാചകം നസ്രായന്മാര് നശിച്ചു പോട്ടെ. നസ്രയിന്റെ ആളുകൾ നശിച്ചു പോകട്ടെ. അപ്പൊ ഈ 12ാമത്തെ ബെനഡിക്ഷൻ വരുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി അത് പറയത്തില്ല. അപ്പൊ പിടിക്കും, അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെ റോമൻകാർക്ക് പറഞ്ഞു കൊടുക്കും. പീഡനത്തിന്റെ കലശലായ അനുഭവം. അപ്പൊ ഈ ലവോദിക്ക സഭ ഫിനാൻഷ്യലി റിച്ച് ആണ്, എല്ലാം കൊണ്ടും റിച്ച് ആണ്. എന്നാൽ തുടങ്ങിയപ്പോൾ ഞുള്ളരി കൊണ്ട് തുടങ്ങിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പണത്തിലും മുന്നോട്ട് വന്നപ്പോൾ ഈസറിനെയും വണങ്ങും യേശുവിനെയും വണങ്ങും എന്ന സ്ഥിതിക്ക്. അപ്പോൾ പത്മോസ് ദ്വീപിൽ പീഡനം അനുഭവിച്ച ജോൺ പറയുക, ഈ എഴുതുക, നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ രീതി ശരിയല്ല. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഉണ്ട്, യു ആർ എ ട്രഡീഷണൽ പ്രാക്ടീഷണർ, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നല്ല ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ പേരിൽ മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. പക്ഷെ ഇത് പോരാ. പ്രിയപ്പെട്ടവരെ, ഈ പോർഷൻ നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഭയെ പറ്റിയും നമ്മുടെ വിശ്വാസത്തെ പറ്റിയും പുനർവിചിന്തനം ചെയ്യേണ്ട അത്യാവശ്യം. ഈ പോർഷനിലേക്ക് ഞാൻ പോയി. ഇതാണ് സീസാറിന്റെ ബാക്ക്. അപ്പൊ പീഡനം അങ്ങനെ തെരുതിരാ നടക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറി സീസറിനെ വണങ്ങി യേശുവിനെയും വണങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെ നിങ്ങൾ തിരിച്ചു വരണം എന്ന് താണ് വീണ് പറയുന്ന യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണ് ഈ ലെറ്റർ. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലികമായ എന്ത് മാറ്റം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ ഞാൻ വരുത്തണം? ഒരു സഭ മുഴുവൻ മാറ്റിമറിക്കുക എന്നതിനപ്പുറമായി എനിക്ക് എന്ത് എൻ്റെ സഭയിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും? ചില ചിന്തകൾ ഞാൻ പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിക്കാൻ അനുവദിക്കും. ഇപ്പൊ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ദൈവസൃഷ്ടി ആരംഭമായ ആമീൻ എന്ന് ഉള്ളവൻ അരുളി ചെയ്യുന്നത്. 15 മുതൽ 17 വരെയുള്ള വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ എന്നെ നിന്റെ വായിൽ നിന്ന് ഉമന്ന് കളയും. I know your works or deeds. You are neither cold nor hot. Would that you were either cold or hot. So because you are lukewarm and neither hot nor cold, I will spit you out of my mouth. ഒന്നാമത്തെ ഒരു ധ്യാനം. My first point is very clear. Lukewarm faith. Lukewarm faith. Lukewarm faith. What is lukewarm faith? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാലേ ഈ പോർഷൻ മനസ്സിലാകത്തുള്ളൂ. ലവോദിക്ക ബ്യൂട്ടിഫുൾ സിറ്റി, എല്ലാം ഉണ്ട്, നല്ല ധനകാര്യ സ്ഥാപനമുണ്ട്, നല്ല റിച്ച്നെസ് ഉണ്ട്, മെഡിക്കൽ സെന്റർ ഉണ്ട്, ഹൈവേ ഉണ്ട്, ഇമ്പോർട്ടിങ് സാധനമുണ്ട്, ക്വാളിറ്റി ഉള്ള സാധനമുണ്ട്, നല്ല വിശ്വാസമുള്ള ആളുകളുണ്ട്, സീസർ വർഷിപ്പിടെ എല്ലാ വർഷവും. എന്നാൽ ഒറ്റ കുഴപ്പമേ ഈ ലവോദിക്ക സഭയ്ക്കുള്ളൂ, ഈ സിറ്റിക്കുള്ളൂ. ഈ സിറ്റിക്കുള്ള പ്രശ്നം കുടിവെള്ളം നല്ലതില്ല. അപ്പൊ ഇവിടെ വാട്ടർ ഫെസിലിറ്റി എങ്ങനെയാ? അപ്പൊ ലവോദിക്കയിലെ എല്ലാവരും വന്ന് പറയുന്ന പ്രശ്നം, എല്ലാം ഉണ്ടെങ്കിലും നല്ല കുടിവെള്ളമില്ല. ഇവർ കുടിവെള്ളം എങ്ങനെയാ വരുത്തുന്നത്? 6 miles away, the Hierapolis, a hot springs is there. A hot springs നിന്ന് അതൊരു മിനറൽ ഔട്ട്പോറിംഗ് ആണ്. 6 മൈൽ ഉയരം. അതിന്റെ പേരാണ്
ഹീറാപോളിസ് എന്ന് പറയുന്ന സിറ്റി. അവിടുന്ന് ഈ ഒരു ചൂടുവെള്ളം വരുന്ന ഈ ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് അക്കുഡേറ്റ് വഴി ഈ സിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവന്ന് അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ ചൂടുവെള്ളം ഈ ഹീറാപോളിസിൽ നിന്ന് 6 കിലോമീറ്റർ ഈ അക്കുഡേറ്റിൽ വഴി വരുമ്പോൾ ഈ സിറ്റിയിലെത്തുമ്പോൾ ഇതൊരു ലൂക്ക് വാം പരുവത്തിലാകും. തണുപ്പുമല്ല ചൂടുമല്ലാത്ത പരുവത്തിലാകും. അപ്പോൾ അവിടെ സാധാരണ അവിടെ വസിക്കുന്ന ആളുകൾ, അല്ലെ ആദ്യമായി ആ സിറ്റിയിൽ വരുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ആദ്യം ഒരു കവിള് വെള്ളം കൊടുത്താൽ അവർ തുപ്പിക്കളയും. എന്ന് പറഞ്ഞാൽ നൗസിങ് എഫക്റ്റാ, ഛർദിക്കുന്ന എഫക്റ്റ് വരും. എല്ലാം ഉണ്ട്, നല്ല കുടിക്കാൻ വെള്ളമില്ല. അപ്പൊ അവരോട് പറയുക, നോക്കൂ, ഇവരുടെ ഈ ഭൗതിക സാഹചര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് ജോൺ connected their geographical setting in their faith practice. I know your deeds. You have everything, but when Jesus said, when I remember you, I have a sensation of vomiting. എനിക്ക് നിങ്ങളെ ഛർദ്ദിക്കാൻ തോന്നുക. I have feeling the sensation of vomiting when I know your deeds. When I check your deeds, when I engage with your day-to-day life, എനിക്ക് ഒരു vomiting sensation ഉണ്ടാകും. When I notice your deeds or beauty or activity, എനിക്കിതുണ്ടാകുക. രണ്ട് കാര്യമാണ്. Cold is a facing item. Hot, രണ്ടിനും ഒരു ഡ്യൂട്ടി ഉണ്ട്. കോൾഡിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, ഹോട്ടിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ കോൾഡും ഹോട്ടും അല്ലാത്ത വാട്ടവെള്ള പരുവത്തിന് ഡ്യൂട്ടി ഇല്ല. ഇത് കുടിക്കുമ്പോൾ അതുകൊണ്ടാണ്, നീ ശീതവാനോ നീ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിനെ വിശ്വസിച്ചില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല, വിശ്വസിക്കുന്ന സുഖത്തുമില്ല. നീ ഇപ്പൊ വാട്ടപരുവത്തിലായിരിക്കുന്നത്. കാരണം നിനക്ക് ഈ സീസറിന്റെ വിഗ്രഹത്തിൽ പോയി ഈ ഇൻസെൻസ് ഇടുകയും ചെയ്യും, പള്ളിയിൽ പോകും, യേശു വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒന്ന് പഠിക്കേണ്ട ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നോക്കൂ, എഴുത്തിൽ യോഹന്നാൻ അവരോട് പറയുക, എനിക്ക് നീ ഉഷ്ണവാനോ, ഒരു ഉഷ്ണവാനെ ശരിയാക്കാൻ ഇഷ്ടമാണ്, ഒരു ശീതവാനെ ശരിയാക്കാൻ ഇഷ്ടമാണ്. എന്നാൽ വാട്ടവെള്ള പരുവത്തിലുള്ള ലൂക്വാം പ്രാക്ടീസ് ഉള്ളവരെ ശരിയാക്കാൻ പറ്റാതെ. ഇന്ന് നമ്മളെ ഒരച്ഛനെ എന്നെ ശരിയാക്കാന്ന് ചോദിച്ചു, എനിക്കെല്ലാം അറിയാം. എനിക്കറിയാത്ത എന്ത് നമ്മുടെ സഭയിലെ ആരെയും ശരിയാക്കാൻ എല്ലാം ഇല്ലയോ, എന്തോ ഇല്ലാത്ത. ഈ പാരിഷ് എന്ന വാക്ക് നിങ്ങൾക്ക് പാരിഷ്, നമ്മൾ ഈ പാരിഷ് എന്ന വാക്ക് നമ്മൾ പറയുന്ന എന്താ, UK ഇടവക, ഇവിടെ പറയുന്ന പാറ്റൂർ മാർത്തോമ പാരിഷ് ഇടവക. ഇടവക എന്ന് പറഞ്ഞാൽ വകഞ്ഞു വെച്ചിരിക്കുന്ന ഇടവെന്നല്ല, ഞങ്ങൾ കുറച്ച് പേര് വകഞ്ഞു വെച്ചിരിക്കുന്നല്ല, ഇടയന്റെ വകയാണ്, ഇടയന്റെ വകയാണ്. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് പാരിഷ്. ആ പാരിഷ് എന്നതിന്റെ ഗ്രീക്ക് വാക്ക് വന്നിരിക്കുന്നത് പരോയിക്കൂസ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. പരോയിക്കൂസ, പരോയിക്കൻ ഓർ പരോയിക്കൂസ. വാട്ട് ഈസ് പരോയിക്കൂസ? ഈ പരോയിക്കൂസ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ. അപ്പോൾ പാരിഷ്, the group of sojourners, wanderers, the fellowship of wanderers. അതിന്റെ ഒരു ഓപ്പോസിറ്റ് വാക്കുണ്ട്, കാറ്റോയിക്കൂസ, കാറ്റോയിക്കൻ. ആദ്യം ഞാൻ പറയുന്നത് പരോയിക്കൂസ, പരോയിക്കൻ, വാണ്ടറേഴ്സ്. രണ്ടാമത് പറഞ്ഞ വാക്കാണ് കാറ്റോയിക്കൂസ, കാറ്റോയിക്കൻ. കാറ്റോയിക്കൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി, ടെമ്പററാണ്. മറ്റൊരു പെർമനന്റ്, ടെമ്പററി, അലഞ്ഞു തിരിഞ്ഞടക്ക പരോയിക്കൂസ. കാറ്റോയിക്കൻ ഓർ കാറ്റോയിക്കൂസ മീൻസ് permanent,
അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞെന്തുവാ? കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. ദിസ് ഈസ് ദ കണക്ഷൻ വിത്ത് പാരീഷ്, പരവയ്ക്കൻ, പരവിക്കൂസ. എന്നാൽ അവർ പെർമനന്റ് സെറ്റിൽമെന്റ് നോട്ട് ഇൻ ദ എർത്ത് ബട്ട് ഇൻ ഹെവൻ. അവർ കാറ്റോയിക്കൻ ഈസ് ഇൻ ഹെവൻ. ഇന്ന് പ്രശ്നം എന്തുവാ? The Paroican became the Catoican. The temporary arrangement became the permanent. നമ്മുടെ ബിൽഡിംഗ് ഒന്നും കളയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അലയാട്ടിയായിട്ട് നടക്കുന്നത്? We are the citizenship of heaven. സ്വർഗത്തിന്റെ സിറ്റിസൺഷിപ്പ് ആണ്. ഈ സ്വർഗത്തിന്റെ സിറ്റിസൺഷിപ്പ് ഉള്ളത് കൊണ്ട് ഉള്ള പ്രത്യേകത എന്നാ ചോദിച്ചാൽ, ഞങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ സ്വർഗത്തിന്റെ അല്ലെ ദൈവരാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പുമായി ഞങ്ങളുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കി ജീവിക്കുക. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിങ്ങൾ ഈ പഴയ മിഷണറിമാരുടെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. പഴയ മിഷണറിമാരുടെ ഈ ശവക്കല്ലറകളൊക്കെ പല CSI പള്ളിയിലും നാട്ടിലുണ്ട്. When you watch the tombs of the early missionaries from the England or the European countries, the graveyard or cemetery, you see the tomb of the father or husband. In the second, the cemetery of the CSI parish, you may see the tomb of the wife. In another adjacent church of the CSI parish here, you see the tombs of their children. പോകുന്ന വഴിക്ക് മരിച്ച് വീട് പോവുക. പോകുന്ന വഴിക്ക് അവർ പോവാ. അഭയാർത്ഥികളുടെ കൂട്ടത്തിന്റെ പേരാണ് അഭയാർത്ഥികളുടെ കൂട്ടം. ലൂക്ക്വാം ഫെയ്ത്ത് ഇന്ന് പെർമനന്റ് സെറ്റിലേഷന്റെ കാറ്റോക്കന്റെ ഒരു സ്വഭാവമായി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് പള്ളികൾ, വലിയ ബിൽഡിങ്ങുകൾ, നമ്മുടെ വീട്, എൻ്റെ ഉൾപ്പെടെ നമ്മളെല്ലാം പ്രതി ചേർത്ത് പറയുക. അപ്പോൾ ഈ ഭാഗത്ത് കർത്താവേ, എനിക്ക് സ്ഥിരമായിട്ടുള്ളത് ആണുള്ളത്. എന്നാൽ നിന്റെ വചനം പറയുകയും ഞങ്ങളുടെ ഫെയ്ത്ത് അതിനകത്ത് മായം വന്നിട്ട് ഞങ്ങളൊരു ട്രഡീഷണൽ ക്രിസ്ത്യനാണ്. അതോ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിനെ എല്ലാത്തിനും ലൂക്ക്വാം ഫെയ്ത്ത്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 17-18 വാക്യം, 17 and 18. For you say, I am rich, I have prosperity, I am prospered, and I need nothing, not realizing that you are wretched, pitiable, poor, blind, and naked. So verse 18, I counsel you to buy from me gold refined by fire, so that you may be rich, and white garments, so that you may clothe yourselves, and the shame of your nakedness may not be seen, and may slay to anoint your eyes, so that you may see. അതായത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധിയായി. രണ്ടാമത്തെ എൻ്റെ തോട്ട് ഇതാണ്, ദ പ്രൈഡ് ഓഫ് റിച്ചസ്. ദ പ്രൈഡ് ഓഫ് റിച്ചസ്, പണത്തിന്റെ ഒരു അഹങ്കാരം. ഒന്ന് ലൂക്ക്വാം ഫെയ്ത്ത്, രണ്ട് പ്രൈഡ് ഓഫ് ദി റിച്ചസ്. ഈ ലവോദിക്ക സഭയിലെ ഒരു പ്രത്യേകത, ആ സിറ്റിയുടെ പ്രത്യേകത ആ സഭയിലുമുണ്ട്, എല്ലാം ഉണ്ട്. അവൻ പറയുന്നൊരു വാക്കായി ഈ ലൂക്ക്വാം ചർച്ച് പറയുന്ന, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. അന്നത്തെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആ ദേശത്തുള്ള പ്രിഗ്യ എന്ന സ്റ്റേറ്റ് ആണിത്. പ്രിഗ്യ എന്ന സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് ഈ ലവോദിക്ക. ലവോദിക്കയിലാണ് ഏറ്റവും ബെസ്റ്റ് ബാങ്കിങ് സിസ്റ്റം ഉള്ളത്.
പഴയകാലത്ത് ഏറ്റവും ബാങ്ക് സിസ്റ്റം. ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ മാത്രമല്ല, ഈ ബാങ്ക് സിസ്റ്റം മാത്രമല്ല, ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, AD 62 എർത്തുഗേക്ക് വന്ന് ഈ ലബോദിക്ക പട്ടണം മുഴുവൻ നശിച്ചപ്പോൾ ഇവർ റോമിന്റെ കേന്ദ്രത്തിൽ 100 പണവും ആവശ്യപ്പെടാതെ അവരുടെ റിസോഴ്സ് കൊണ്ട് തന്നെ അവരെല്ലാം റീബിൽഡ് ചെയ്തു. അത്രമാത്രം പണമുള്ള ആളുകൾ, അത്രമാത്രം സമ്പന്നരായിരിക്കുന്ന ആളുകൾ. അവർ പറയുന്ന വാക്കാ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അപ്പൊ പറയും, നമ്മുടെ ഒരു പ്രൈഡ്. നമുക്ക് യേശുവിനെ വിളിക്കുന്നത് എന്തിനാ? നമ്മുടെ സമ്മതം, നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാ? നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണോ എൻ്റെ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ 25 സെന്റ്, ഒരു സെന്റിന് 25 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് ഒരു സ്ഥലം വേണം, ഒരു 5 ലക്ഷം രൂപ തരണം. അത് നീതിയുക്തമല്ല പ്രാർത്ഥന. ഒരുത്തന്റെ നഷ്ടമാണത്. 25 ലക്ഷം രൂപ എന്റെ സൗകര്യത്തിന് കിട്ടുക എന്നത് അങ്ങനെ ഒരു പെറ്റീഷനല്ല ദൈവത്തോടുള്ള പെറ്റീഷൻ. നീതി, എന്റെ കുഞ്ഞ് പഠിക്കണം, നീതിത്വം, എനിക്കൊരു വീട് വേണം, നീതിത്വം, എനിക്കൊരു വാഹനം വേണം, നീതിത്വം, എന്നാൽ അയലോകക്കാരന്റെ വാഹനം എനിക്ക് വില കുറച്ച് വേണം, നീതിത്വം. ഇന്നത്തെ കാലത്തെ നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ചോ? ഇന്നത്തെ ഒരു തിയോളജി എല്ലാം ശ്രദ്ധിച്ചു. എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. എന്ത് കിട്ടും. പെർമനന്റ് ഡെല്ലേഴ്സ് ആയപ്പോൾ നമ്മുടെ കൂടെ വന്ന ഏറ്റവും വലിയൊരു തോട്ടാണത്. എനിക്ക് എന്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായ പിന്നെ, ഇത് ഔദ്യോഗിക മതമായ പിന്നെ, ഈ അഭയാർത്ഥികളെല്ലാം കൂടെ പെർമനന്റ് ആയ ബിൽഡറേഴ്സ് ആയി മാറിയപ്പോൾ അന്ന് മുതൽ നമ്മുടെ കൂടെ കൂടിയ ക്രിസ്ത്യാനിറ്റിയുടെ കൂടെയ ഏറ്റവും വലിയ ചിന്തയാണ് എനിക്കെന്ത് കിട്ടും. എന്നാൽ ആദ്യകാല ക്രിസ്ത്യരെ എല്ലാം ശ്രദ്ധിച്ചു, എനിക്കെന്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട കണക്കുകൾ, പടക് നഷ്ടപ്പെട്ടു. ഈ പത്രോസിനെ പറ്റിയൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നു, നിരക്ഷരകുഷിയായ പത്രോസിനെ ഞാൻ 2 വട്ടം പാലസ്തീനിലായി ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ പത്രോസിന്റെ ബേസ്മെന്റ് വീടൊന്നും നിങ്ങൾ നോക്കൂ. ആ തുറയിലെ ഏറ്റവും വലിയ ബേസ്മെന്റ് ആയുടെയാ, അദ്ദേഹത്തിന്റെ. പടകുണ്ടായിരുന്നവനാ. അന്ന് ഇന്നും ആളുകൾ, ഞാൻ കൊല്ലത്തിരുന്നപ്പോൾ വല വാടകയ്ക്ക് എടുത്തോണ്ട് പോവാ. ഇന്നൊരു ബോട്ട് വേണമെങ്കിൽ 2-3 കോടി രൂപ വേണം. അന്ന് പടകുകൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പടക് നഷ്ടപ്പെടുത്തി പോയെന്നല്ലേ പറയും. നഷ്ടത്തിന്റെ കണക്കേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയാ, ധനവാന്മാരെ വേണ്ടായോ? വേണം. ഒനേസിമോസിനെ രക്ഷപ്പെടുത്താൻ ഫൈലമോനെ ആവശ്യമാണ്. നിക്കോദിമോസിനെ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചാൽ നിക്കോദിമോസിനെ നമുക്ക് വേണം. അരിമത്തക്കാരനെ വേണം. പക്ഷെ പ്രൈഡ് അല്ല. പ്രൈഡ്. അപ്പൊ പറയുക, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. എന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തി. അപ്പൊ ഈ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഈ യോഹന്നാൻ പറയുക, പക്ഷെ നീ നോക്കിക്കേ, നിനക്കെല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ, നീ ദരിദ്രൻ, നിർഭാഗ്യവാൻ, അരിഷ്ടൻ, യു ആർ പൂവർ. ഇമ്പോർട്ടന്റ്. 2 കോൺട്രാസ്റ്റ് ആണ്, 2 ബൈനറി, റിച്ച് ആൻഡ് പൂവർ. ഇന്ന് ബൈനറി പോയ കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്തുവാ? ഒരു പോസ്റ്റ് മോഡേൺ ഒരു തോട്ടിൽ എന്തുവാ? ദർ ഇസ് നോ ബൈനറി. അന്നത്തെ ഏറ്റവും വലിയ പണം, പാവപ്പെട്ടവൻ. പണമുണ്ട്, പക്ഷെ ദൈവം പറയുക, നീ അരിഷ്ടന, ദരിദ്രന. സത്യം പറഞ്ഞാൽ നമുക്ക് വല്ലതും ഉണ്ടോ? ആക്ച്വലി വല്ലതും ഉണ്ടോ? അതുപോലെ നമുക്കുണ്ടോ? ഞാൻ പണ്ട് ഓർക്കുന്നു, എന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ പണ്ട് ഈ ബൈക്ക് 1999 ഞാൻ എത്തിയാണ്. അത് കുറെ കാലം ഇങ്ങനെ ബൈക്ക് ഇല്ലാതിരുന്നപ്പോ എന്റെ ബൈക്ക് എടുത്തു. വലിയ സ്വപ്നങ്ങളായി ബൈക്ക് എടുത്തു. അപ്പൊ കാറ് കണ്ടപ്പം കാറ് കിട്ടിയാണെന്നുള്ളായിരുന്നു. അപ്പൊ എന്തിനാ കാറ് കിട്ടുന്നത്? ഈ ക്ലർജി മീറ്റിങ്ങിനൊക്കെ വിദേശത്തു നിന്ന് അച്ഛന്മാരൊക്കെ ബോംബെയിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ഈ റെയിൽവേ സ്റ്റേഷൻ അവർ കൊണ്ടിടാൻ വിഷമിച്ചിരിക്കുക പലരും ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്കൊരു കാറ് കിട്ടിയ എല്ലാ അച്ഛന്മാരും കൊണ്ടുപോകും. നമ്മുടെ പരിചയമുള്ള സുഹൃത്തുക്കളെ, എന്റെ ജീവിതത്തിൽ ഒരാളെ കൊണ്ട് കാറ് വായിച്ചത്. സത്യം പറഞ്ഞാൽ കൊണ്ടുവിടാൻ സമയമുണ്ടോ? ഇല്ല. സീറ്റുണ്ടോ? സീറ്റ് 3-4 ഉണ്ട്. പക്ഷെ പിള്ളേർ കിടക്കുക, അല്ലെ ഗ്രോസറി വെച്ചേക്കുക, അല്ലെ കുട വെച്ചേക്കുക. നമ്മളെപ്പോഴും പറയല്ലോ, കർത്താവ് ഒരു ഗസ്റ്റ് റൂം ഉണ്ടായിരുന്നെങ്കിൽ ഈ പള്ളി വരുന്ന ഗസ്റ്റിനെ അച്ഛൻ എത്ര വട്ടം പറയും ഒന്ന് താമസിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് റൂം വർഷത്തിൽ ഒരിക്കലേലെത്തി ഏത് ഗസ്റ്റ് വരാൻ പഴയ തുണി ഒന്ന് ഉണക്കുന്ന സ്ഥലമായി, അല്ലെ വിരിച്ചിടുന്ന സ്ഥലമായിരുന്നു. വല്ല ഉണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ല. വലിയ ബുദ്ധിമുട്ടായി. അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ധനവാൻ പൂവറ് ഇപ്പൊ ഈ പാറ്റു പള്ളിയിൽ ഇരിക്കുക. ഇത് വലിയൊരു പള്ളിയാണ്, ഒത്തിരി ആളുകളുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള ആള് ഒത്തിരി നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരിലിരിക്കുന്ന പല ആളുകൾ, ഒത്തിരി നല്ല മനുഷ്യരുള്ള, ഒത്തിരി സഭയെ സ്നേഹിച്ച ആളുകളായിട്ട്. എന്നുവെച്ചാൽ ആള് അവർക്കെല്ലാം ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഗീത വേണം വേലക്കാരി. എന്നാൽ ഗീതയ്ക്ക് വല്ല ഇച്ചിരി നല്ല ഭക്ഷണം കൊടുക്കും? കൊടുക്കത്തില്ല. ഈ വയ്യാത്ത സമയത്തും ഗീത വല്ലതും എടുക്കുന്നു നോക്കിക്കൊണ്ട് വല്ല ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ ധനവാൻ, പക്ഷെ പൂവറ. ഞാൻ പൂവറായിരിക്കും. ഇവിടെ വാക്ക് ഞാൻ സമ്പൻ. അപ്പൊ പറയാ ദരിദ്രൻ. എന്നിട്ട് അടുത്തൊരു വാക്കാണ് കുരുടൻ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഈ ലവോദിക്കയിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ സെന്റർ, ആ ഒരു മെഡിക്കൽ സെന്റർ ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സെന്റർ. അവിടെ 2 ചികിത്സ അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചികിത്സ. ഒന്ന് കണ്ണിന് ആ സിറിയ പ്രദേശങ്ങളിൽ, കിഴക്കിന്റെ പ്രദേശത്തിൽ കണ്ണിന് രോഗമുള്ള ആളുകൾ അവിടെ വരും. അവർ പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സലൈനുണ്ട്, കണ്ണിലൊഴിക്കുന്ന ഒരു തുള്ളി മരുന്ന്. അത് ഉപയോഗിച്ച് ഒത്തിരി കാഴ്ച കിട്ടുന്നു. 2 ചെവിക്കുള്ളത്. ഒത്തിരി ENT സ്പെഷ്യലിസ്റ്റ് അന്നേ അവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, അവർക്ക് കാഴ്ചക്ക് അവരെ തിരക്കിയ ആളുകൾ വരും. അവരുടെ കേൾവി പ്രശ്നമുണ്ടെങ്കിൽ ആളുകൾ അവിടെ വരും. ഈ കണ്ണിന്റെ കാഴ്ചയുടെ കീഴെ കിടക്കുക അവർ. ഈ ചെവി കേൾക്കാത്ത രോഗത്തിന്റെ ചെവി കേൾക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ചെവി കേൾപ്പാനുള്ള കേൾക്കട്ടെ, കേൾപ്പാനുള്ള കേൾക്കട്ടെ ഈ വചനമെല്ലാം പറയുമ്പോ കേൾവിയുടെ മരുന്ന് അവിടെ ഉണ്ട്. എങ്ങും പോണ്ട. പറയുക, നീ കുരുടൻ, കാഴ്ചയില്ല. കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാഴ്ച നമുക്ക് ഒത്തിരി പറയാനുണ്ട്, എന്റെ ടൈം ഇല്ലാത്തത് ഞാൻ കേൾവി, കാഴ്ച. നമ്മൾ എന്തോ കേൾക്കുന്നു? നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതെല്ലാം നെഗറ്റീവ് കാര്യങ്ങളായിട്ട്. നമുക്ക് വലിയ സന്തോഷമാണ് നെഗറ്റീവ് കാര്യങ്ങൾ. ഒരു സഭയും പൂർണ്ണമായിട്ട് സഭയിൽ 100% എല്ലാം നല്ല തിരുമേനിമാരില്ലോ? ഇല്ല. അച്ഛന്മാരുണ്ട്? ഇല്ല. വിശ്വാസമുണ്ട്? ഇല്ല. സഭയുണ്ടോ? ഇല്ല. പോരായ്മ. വീട്ടിലോ? എല്ലാം തേങ്ങ. പക്ഷെ നമുക്ക് ഒരൊറ്റ നെഗറ്റീവ് മതി, അതിങ്ങനെ ആസ്വദിച്ചു, അതിങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നു. This became the WhatsApp church. The lukewarm church became the WhatsApp. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ സംബന്ധിക്കുന്ന തെറ്റിനെ പറ്റി ശരിക്ക് നമുക്ക് പറയേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടാണ്. കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അച്ഛനച്ഛൻ്റെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഉത്തരവാദിത്വം. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ കറക്ഷൻ അല്ലാതെ പറയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പിള്ളേർ പോകുന്നു. കഴിഞ്ഞ ഒരു 20 വർഷത്തിനായി നിങ്ങൾ ശ്രദ്ധിച്ചു, എത്രയോ കുഞ്ഞുങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, അവൻ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി. നല്ല പള്ളി സൺഡേ സ്കൂളിലെല്ലാം വന്നത്.
വിശ്വാസത്തിന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ആകെ ഗുണം ഒരു നെഗറ്റീവിനെ കേൾക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കറക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് വാക്ക് മലയാളത്തിൽ പറയുന്നത് ക്രിറ്റിസിസം ആൻഡ് ക്രിറ്റിക്. വിമർശനം, വിമർശം. We need critique than criticism. Critique for correction. Criticism make destruction. എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വാക്കാണ്. എന്റെ വീട്, എന്റെ കുഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് ദൂരെ പോകാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്റെ വാക്ക്. നീ സമ്പന്നൻ, പക്ഷേ കണ്ണ് കാണുന്നില്ല. നോക്കൂ, കാഴ്ചയുണ്ട് ഇല്ല. രണ്ടാമത്തെ പ്രശ്നം ദരിദ്രൻ, സമ്പന്നൻ, നഗ്നൻ. രണ്ടാമത്തെ ആ സിറ്റിയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ, എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള തുണി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് വൂൾ, അവിടെ വളർത്തുന്ന ഒരു ബ്ലാക്ക് ഷീപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ബ്ലാങ്കറ്റ് ആണ്, വൂള് കൊണ്ടുണ്ടാക്കുന്ന ബ്ലാങ്കറ്റ് ആണ് ഈ ബ്ലാക്ക് വൂൾ. അത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ്. മരുന്നിന് ഇവിടെ വരും, കണ്ണിന്റെ മരുന്നിന്, ചെവിയുടെ അസുഖത്തിലുള്ള മരുന്നിന് ഇവിടെ വരും, പണം നിക്ഷേപിക്കാൻ ആളുകൾ അവിടെ വരും. മാത്രമല്ല ഈ ബ്ലാക്ക് വൂള് പ്രത്യേകം വാങ്ങിക്കാൻ ആൾ വരും. വസ്ത്രം ഇഷ്ടം പോലുണ്ട്, പക്ഷേ യു ആർ മേക്കർ, എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ അവരോട് പറയുക, ദിസ് ഇസ് മൈ പ്രൈഡ് ഓഫ് റിച്ചസ്. നീ എന്തോ ചെയ്യണം? നീ സമ്പന്നനാകേണ്ടത് ഫോർമുല that you should practice in the verse 18. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു. 3 കാര്യമാണ്. ഒന്ന്, ഈ വസ്ത്രം പോരാ, നമ്മുടെ വസ്ത്രം പോരാ. നഗ്നരായി എന്നൊരു തിരിച്ചറിവ്. ഞാൻ നഗ്നനാന്നൊരു തിരിച്ചറിവ് നോക്കണം. പച്ചെന്നല്ല എന്നെ ആരെങ്കിലും പറഞ്ഞാൽ നീ എന്നെ പഠിപ്പിക്കണം. ഞാൻ നഗ്നനായെന്ന് എനിക്കറിയുന്നു. ഐ എം വിയറിംഗ് ദ കാസറ്റ്, but I didn't never say I am naked. I am not naked. ഒത്തിരി വസ്ത്രം ധരിക്കുമ്പോൾ മാറുന്നതല്ല നഗ്നത. ഒത്തിരി വസ്ത്രം ധരിച്ചു നമ്മൾ സത്യം പറഞ്ഞ നമ്മളെ പറ്റി നമുക്കുള്ള അഭിപ്രായം നമ്മൾക്കറിയാം. നമ്മുടെ ഈ കള്ളപ്പിലാണ് മറ്റുള്ളവർ പറയുന്ന പോലെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എഴുതിയൊരു പാട്ടാണ്, രാമനിൽ കുറെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രാപ്തനല്ല ദൈവമേ നിൻ സന്നിധി വരാൻ, ഞാൻ കാരണം നീ എത്ര വട്ടം ദുഃഖിതനായി. നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ്. കർത്താവിന് നമ്മെ ഇഷ്ടമാണോ എന്നൊരു ചോദ്യമാണ്. പറയുവാണ്, അതുകൊണ്ട് നീ സമ്പന്നനാകാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. വിശ്വാസത്തിന്റെ പ്രതിസന്ധിയെ പറ്റിയ പൊന്ന് എങ്ങനെയാ? റിഫൈൻഡ്, ദ ഗോൾഡ് റിഫൈൻഡ് ഇൻ ദ ഫയർ. ഇപ്പൊ ഫയർ എന്തുവാ? ഇവിടെ വലിയ പ്രതിസന്ധിയാ. യേശുക്രിസ്തുവിനെ മാത്രം ദൈവം ലോഡെന്ന് വിളിക്കുന്നവർക്കും ഈ പ്രതിമയിൽ പോയി വണങ്ങാത്തവർക്കും ഉള്ള പ്രശ്നമൊന്നും അവർക്ക് ജോലിയില്ല. അവര് നാഷണൽ സർവേലൻസിൽ വരികയാണ്, അവരുടെ ലിസ്റ്റ് എടുക്കുകയാണ്, അവർക്ക് പേഴ്സിക്യൂഷനാണ്, അവർക്ക് മരണമാണ്. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, കിലോ കണക്കിന് സ്വർണം ഈ ബാങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. ധാരാളം സ്വർണത്തിന്റെ ലെൻഡിങ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വർണമല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ ഒരു സ്വർണം, വിശ്വാസത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോവുക. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് പോലെ നമ്മുടെ വിശ്വാസത്തിൽ തീയിൽ ഊതിക്കഴിച്ചു. ഈ കണ്ടമാനിലെ വിശ്വാസം, തെളിഞ്ഞ വിശ്വാസം എന്നൊരു പുസ്തകം നിങ്ങൾ വായിച്ചു കാണുന്നത്. അതിനകത്ത് ഒരു 8 പേര് ഒരു പള്ളിയിൽ ഈ അന്നത്തെ ഹിന്ദു തീവ്രവാദികള് തീ വെച്ച് കൊന്നു. അപ്പം HRCയിലെ ബിഷപ്പും
കത്തോലിക്കിലെ ബിഷപ്പ്, കുറെ അച്ഛന്മാര്, കന്യാസ്ത്രീകളും അവിടുത്തെ സഭയിലെ കുറെ ആളുകളോട് ഈ സ്ഥലം കാണാനെത്തി. ഇത് ഈ 8 പേരെ കൊന്ന ആ പള്ളി ഒരു കൊച്ചു കൂര പള്ളിയാണ്. അതെല്ലാം കത്തിക്കരിച്ച് കിടക്കുക. ഈ ബിഷപ്പും ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും വിശ്വാസ സമൂഹങ്ങളും അവിടോട്ട് കയറി കരച്ചില്ല. ഇതെന്താ മാംസത്തിന്റെ മണം അവര് മണക്കുക. അവര് കിടന്ന് കരയുക. അയ്യോ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളാണല്ലോ, ഇത്തരം പ്രതിസന്ധിയുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചവരാണല്ലോ കത്തിയിരിച്ചു പോയത്. ഇവരിൽ നിന്ന് ഏങ്ങലടിച്ച് വിശ്വാസികൾ അച്ഛന്മാരെ കരഞ്ഞപ്പോൾ ആ ബിഷപ്പ് പറഞ്ഞിരുക, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം, ഇവരാരും നമ്മുടെ വിശ്വാസ പരിപോഷണ ക്ലാസ്സിൽ, സൺഡേ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചവരല്ല. എന്നാൽ വിശ്വാസത്തിന്റെ പരിപോഷണത്തിൽ, വിശ്വാസത്തിന്റെ തീച്ചൂളയിൽ 1ാം റാങ്ക് വാങ്ങിച്ചവർ. വിശ്വാസത്തിന്റെ തീച്ചൂളയിൽ 1ാം റാങ്ക് വാങ്ങിച്ചവർ എത്രയോ പേര്, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും എത്രയോ പേര്. അപ്പൊ പറയാം, അവരുടെ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കഷ്ടം എനിക്ക് നേരിട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കുഴപ്പം എന്റെ ജീവിതം ഒന്ന് വ്യത്യാസപ്പെടുത്തുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം വ്യത്യാസപ്പെടുത്താൻ യേശുക്രിസ്തുവുമായി ചേർന്ന് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടാകും. തന്നെത്താൻ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞ് വരുന്ന രോഗവും പ്രയാസവും അല്ല സുഹൃത്തെ. അത് മാത്രമല്ല, ബാക്ടീരിയ ഉണ്ടോ രോഗം? എന്നാൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയാണ്. നീ സമ്പന്നനാകേണ്ട, തീരൂതിക്കഴിച്ചപ്പോൾ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. There is a black wool that is important, that is an exporting quality. നിനക്കത് പരിചയമുണ്ട്, അത് ഫേമസ് ആണ്. ഈ ബ്ലാക്ക് വൂൾ തയ്ക്കുമ്പോൾ അത് ഒരു വലിയ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് നൽകും. നല്ല ഡ്രസ് നിങ്ങൾക്ക് നല്ല പ്രിവിലേജ് നൽകും. ഈ ബ്ലാക്ക് വൂൾ ധരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ പറയും, അവര് പറയും, ഹൈ ലെവൽ ലവോദിക്കൻ സിറ്റിയിൽ നിന്ന് വന്നോ, അല്ല ലവോദിക്കൻ ചർച്ചിൽ നിന്ന് വന്നോ, നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. അതിന് പകരം ഞാനൊരു ഉടുപ്പ് പറയാം. ആ ഉടുപ്പ് എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? ആ ഉടുപ്പ് വെള്ളയുടുപ്പാണ്. എന്താണ് വെള്ള? നമ്മൾ എപ്പോഴും പറയത്തില്ലയോ, വെളിപാട് ദിവസം 7-ാം തീയതി പറയുന്നുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കികളെ അലക്കി വെളുപ്പിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. ആരാ? കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കിയാൽ വെളുക്കുവാണ്. രക്തത്തിൽ എവിടെങ്കിലും അങ്കി അലക്കിയാൽ വെളുക്കുമോ? വെള്ള എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ വസ്ത്രത്തിന്റെ പേര്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ഒരു പൊട്ടിയ കല്ലറയിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരുത്തൻ തലയ്ക്കലും ഒരുക്കൻ കാൽക്കലും ഇരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഇതൊരു പൊളിറ്റിക്കൽ മാർട്ടറല്ല, ഇതൊരു രക്തസാക്ഷിത്വമാണെന്നാണ് അപ്പോസ്തലൻ. നിനക്ക് വേണ്ടത് ബ്ലാക്ക് വൂൾ അല്ല, പ്രിവിലേജ് അല്ല, പിന്നെ കുടുംബമാണെന്ന് കാണിക്കാനുള്ളത്, സിറിയൻ ക്രിസ്ത്യൻ ആണെന്ന് കാണിക്കാനുള്ള നിനക്ക് വേണ്ടത് രക്തസാക്ഷിത്വത്തിന്റെ മത്സരം. നിങ്ങൾക്കെല്ലാം ഉണ്ട്, രക്തസാക്ഷ്യത്തിന്റെ മണം മാത്രം പറയുക. വിലയ്ക്ക് വാങ്ങുവാൻ, കണ്ണിൽ എഴുതുവാൻ ലേപവും. നോക്കൂ, കാഴ്ച ലഭിക്കേണ്ടതിന് ഇവിടുത്തെ കണ്ണുതുള്ളി വെള്ളം മരുന്ന് നോട്ട് enough to get small vision in your eyes. I will keep new medicine. എന്റെ കണ്ണിനെ തുറക്കാൻ എന്ന് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത് ദ പ്രൈഡ് ഓഫ് റിച്ചസ്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ലൂക്ക് വാം. 2 ദ പ്രൈഡ് ഓഫ് റിച്ചസ്. അപ്പൊ ഈ 2 പോയിന്റ് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനുള്ള ഒരവസരമാണ്, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ സഭയെ ഒന്ന് വിലയിരുത്തും. മൂന്നാമത്തത് 20 മുതൽ 22 വരെയുള്ള വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടും, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ
ഇരിപ്പാൻ വരം നൽകി. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. എന്തായാലും ഇത് ഈ പോർഷൻ പ്രസംഗിക്കാത്ത ഒരു സുവിശേഷകരോ ഒരച്ഛനോ ഒരു വിശ്വാസ സമൂഹവും ഇല്ല. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. മൂന്നാമത്തെ എൻ്റെ ധ്യാനം ഇതാണ്, കോൾ ഫോർ ഡിനർ. കോൾ ഫോർ ഡിനർ. ഒന്നാമത് ഞാൻ പറഞ്ഞത് lukewarm faith. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദ പ്രൈഡ് ഓഫ് റിച്ചസ്. മൂന്ന്, കോൾ ഫോർ ഡിനർ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഇത് നിർബന്ധത്താലെ അല്ല, നീ തന്നെ തുറക്കണം. നോട്ട് ഫോർ കമ്പൽഷൻ, നീ തന്നെ വരുവ. അപ്പൊ നമുക്ക് ഇത് എന്തെങ്കിലും എനിക്ക് നിർബന്ധത്തോ അല്ല, അങ്ങനെയല്ല. എന്റെ മനസ്സുകൊണ്ട് ഈ രക്തസാക്ഷിത്വത്തിലേക്ക് വരാം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ട്രഡീഷണൽ ബിലീവർ ആയിട്ടിരിക്കുന്നതിനപ്പുറമായി യേശുവിനെ ആഴ്ത്തി സ്നേഹിക്കാൻ പറ്റും. എന്നാൽ ഈ വാക്കിന് വേറെ ആഴത്തിലൊരർത്ഥമുണ്ട്. അന്ന് ഈ ലബോദിക്കയിൽ ഏഷ്യ മൈനറിലെ എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പീഡനത്തിന്റെ അങ്ങേ അറ്റമാണ്. ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ആള് ഡൊമീഷ്യനാണ്. ഡൊമീഷ്യന്റെ ചക്രവർത്തിക്ക് ശേഷമാണ് ഇത് എഴുതി. എംപറർ വർഷിപ്പ് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ സത്യം പറഞ്ഞാൽ ഇന്നായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റ മനുഷ്യൻ പോലും ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുവാൻ വേണ്ടി പോകും. കാരണം നാളെ നിന്റെ ജോലി പോകും. കാരണം ഇന്ന് നമ്മൾ സുഖസുരക്ഷിതത്തിന്റെ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മവിശ്വാസികൾ സഹിച്ച വേദനകൾ നോക്കൂ. അന്നത്തെ കാലത്ത് ഈ രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ പകൽ സമയത്തൊക്കെ ഇവർ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഈ ചക്രവർത്തിമാരുടെ സീസറിന്റെ പടയാളികളെ ഇങ്ങനെ തട്ടും, ഇങ്ങനെ തട്ടും, ഇങ്ങനെ തട്ടും. ചോദിക്കും, നസ്രായന്റെ ആളുകൾ ഉണ്ടോ, അകത്തുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അന്നത്തെ നല്ല ക്രിസ്ത്യാനികൾ പറയും ഇല്ല. അല്ലെ, അടുത്ത ചോദ്യമാണ്, ഡു യു ബിലീവ് ഇൻ ജീസസ്? ജീസസ് ഈസ് ദ ലോർഡ് ഓർ സീസർ ഈസ് ദ ലോർഡ്? അപ്പൊ അവർ പറയും സീസർ ഈസ് ദ ലോർഡ്. ഒരു പോകും, കുഴപ്പമില്ല. എന്താ പറയുക? അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ this is the call of Jesus to submit yourself. നീ മരണമെങ്കിൽ മരണം, നിനക്കിപ്പോൾ ചെയ്വ. ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പറയാൻ പറ്റും. സീസർ ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് പ്രോബ്ലം, ഒരു വാക്ക് മതി. എന്നാൽ പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ. ഈ പീഡകൻ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കുമോ? പ്രഖ്യാപിച്ചാൽ ഭക്ഷണം എന്താണെന്നറിയോ? ഭക്ഷണം അങ്ങനെ പ്രഖ്യാപിക്കുന്നവരെ അന്ന് ചെല്ലുന്ന പ്രധാനപ്പെട്ട ഒരു ശിക്ഷാ നടപടിയായിരുന്നു സിംഹങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത്. സിംഹത്തിന് ഭക്ഷണമാകും യേശു ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ട് പല ലവോദിക്കയിലെ ആളുകളും പറയും സീസർ ഇസ് ദ ലോർഡ്. ഒരു പുക്കളെ നെസറേന്റെ ആളുകൾ ആരും ഇല്ല, അവരുണ്ടേ ഞങ്ങൾ ഓടിച്ചു വിട്ടേ. എന്നാൽ വാതിൽക്കൽ നിന്ന് മുട്ടി യേശു ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ അവരെ പിടിച്ചോണ്ട് പോയി അവരെ കൈയും കാലും കെട്ടി സിംഹത്തിനിട്ട് കൊടുക്കും. ക്രൂര മൃഗങ്ങളോട് മല്ലടിക്കാൻ ഇട്ട് കൊടുക്കും. ക്രൂര മൃഗങ്ങൾ അവരെ അടിച്ചു തീർക്കുന്നത്. ക്രൂര മൃഗങ്ങളുടെ ഭക്ഷണമാകും. അപ്പൊ പറയുവാണ്, ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ ഭക്ഷണം കഴിക്കും. ഭക്ഷണം സിംഹത്തിന് ഭക്ഷണമാകുമ്പോൾ, പുലിക്ക് ഭക്ഷണമാകുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി നീ യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കും. ആർ യു റെഡി ടു സബ്മിറ്റ് യുവർ ലൈഫ് ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത എന്തുവാ? ഷെയറിങ് മൈ ത്രോൺ ഫോർ യു. ഞാൻ എന്റെ കൂടെ ഞാൻ നിന്നെ പിടിക്കുന്നു. എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്റെ കൂടെ ഇരിക്കും. ഇവിടെ സിംഹത്തിന് ഭക്ഷണമായിരിക്കുക, യേശു ക്രിസ്തുവിന് വേണ്ടി സിംഹത്തിന് ഭക്ഷണമായിരിക്കുക. എന്നാൽ നീ സിംഹത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് ഭക്ഷണമായിരിക്കുമ്പോൾ നീ സ്വർഗത്തിൽ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. എ കോൾ ഫോർ
പിന്നെ ഞാൻ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡിയുടെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കേണ്ടത് അത്യാവശ്യം. നമ്മൾ ഇപ്പൊ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് കാലം ചുരുങ്ങിയിരിക്കുന്നു. ദ ടൈം ഹാസ് കോൺട്രാക്റ്റഡ്. എന്താ അർത്ഥം? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം, സസ്റ്റലെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു പുള്ളിപ്പുലി ഇര പിടിക്കാൻ ഓടി 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 ചെല്ലുമ്പോൾ, ഇരയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ പുലി പതുങ്ങി ഇരിക്കും, പെരുവരലേൽ നിൽക്കും, അടുത്ത ജമ്പ് ഇരയുടെ അടുത്തോട്ട മണ്ട വീഴും. കാലം ചുരുങ്ങിയിരിക്കുന്നു ചുരുങ്ങിയിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം ആക്ഷനാണ്. പെരുവരലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പള്ളി വഴക്കുണ്ടാക്കി കൊടുക്കുക അല്ല, ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുക, പ്രവർത്തിക്കാനായി ഒരുങ്ങുവാനുള്ള ഏതൊക്കെ തരത്തിൽ എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ, എന്തൊക്കെ തരത്തിൽ എനിക്ക് പ്രവർത്തിക്കാനായി ഞാൻ വാദത്തിൽ നിൽക്കുന്നു. എൻ്റെ ശബ്ദം കേട്ട് വാദിൽ കഴിഞ്ഞു. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ലുക്ക് ഓൺ ഫെയ്ത്ത്, ദ പ്രൈഡ് ഓഫ് റിച്ചസ് കോൾ ഫോർ ബീയിങ്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത്, കർത്താവേ, എനിക്ക് ഇന്നത്തെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലും മാറി യേശു ക്രിസ്തുവിന്റെ നല്ല സാക്ഷിയായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കണം. മാർക്ക് ബാറ്റിസ്റ്റൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഈസ് എ പാസ്റ്റർ. അദ്ദേഹം ഡേവിഡ് ലിവിങ്സ്റ്റനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മാർക്ക് ബാറ്റിസ്റ്റൺ. ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, പ്രിപ്പയർ യുവർ കോഫി. ആ ചാപ്റ്ററിന്റെ ഹെഡ് അതാണ്, പ്രിപ്പയർ യുവർ കോഫി. നിങ്ങളുടെ ശവപ്പെട്ടി തയ്യാറാക്കുക. അതിനകത്തത് പറയുന്നത്, ആദിമകാലത്ത് ഈ മിഷണറിമാരൊക്കെ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മിഷണറിമാർ വരുമ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം അവർ പാക്ക് ചെയ്യുന്നത് ശവപ്പെട്ടി പോലത്തെ ഒരു പെട്ടി, നീളമുള്ള പെട്ടി. അവരുടെ എല്ലാ പേഴ്സണൽ ബിലോങ്ങിങ്സും അവർ പാക്ക് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് ശേഷം ഈ പെട്ടിയിലാണ് അവരുടെ ശവശരീരവും വരുന്നത്. പ്രിപ്പയർ യുവർ കോഫി. ഡേവിഡ് ലിവിങ്സ്റ്റനെ പറ്റി പറയുന്നത്, ആഫ്രിക്കയിൽ കണ്ടെത്തിയ മനുഷ്യനാണ്, തന്റെ ജീവിതം കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശവശരീരം അദ്ദേഹം അവിടെ അടക്കം ചെയ്ത് ഹൃദയം വെസ്റ്റ്മിൻസ്റ്ററിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ ട്യൂബിൽ, ആഫ്രിക്കയിലെ ട്യൂബിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കിലാണ്. ആ ട്യൂബിൽ എഴുതി വെച്ചേക്കുക, when he came here there was no light. When he came here there was no light. രണ്ടാമത്തെ വാക്ക്, when he left us there was no darkness. When he left us there was no darkness. Prepare your coffee. Look on faith. Pride of riches. Call for faith. കർത്താവേ, എനിക്ക് വ്യക്തിപരമായി യേശുവിനെ ഇച്ചുകൂടെ പ്രസംഗിക്കണം. എൻ്റെ ജീവിതത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. ഒരു പൊത്തിരുത്തത്തിൽ ചേരാൻ എനിക്ക് ആക്റ്റീവായി എന്നെ കൊണ്ട് 100% കാര്യം ഒരു ശ്രമം, ഒരു കുറെ കൂടെ ഒരു നല്ല സാക്ഷിയായി അതിനെന്നെ സഹായിക്കണം. താങ്ക് യു ഫോർ യുവർ ഹിയറിംഗ് മീ. പ്രത്യേകിച്ച് ഞാൻ ജോൺ ഡി തോമസിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നെ വിളിച്ച ജിമ്മിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത്രയും വരെ എന്നെ കേട്ടിരുന്നത് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ പോർഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് സൂചികളും മുതൽക്കൂട്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ആർക്കെങ്കിലും ചോദ്യങ്ങൾ